ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെ നയിക്കാൻ ഇന്ദിരാഗാന്ധിയോളം പ്രാപ്തിയുള്ള പ്രിയങ്ക എത്തിയിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറിയായിട്ടാണ് പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിയമിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂരും അടങ്ങുന്ന കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി അഭിനന്ദന പ്രവാഹമാണ് പ്രിയങ്കയെ തേടിയെത്തുന്നത്. സ്വന്തം കുടുംബത്തിൽ നിന്നും പ്രിയങ്കയെ അഭിനന്ദിച്ചുകൊണ്ട് ഭർത്താവ് റോബർട്ട് വദ്രയും സഹോദരൻ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഭാര്യയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ റോബർട്ട് വദ്രയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അഭിനന്ദനങ്ങൾ പി. ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടാകും. കഴിവിന്റെ പരമാവധി മികച്ചത് ചെയ്യാൻ സാധിക്കട്ടെ. അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇതായിരുന്നു: പ്രിയങ്ക കഴിവുറ്റ നേതാവാണ്. സഹോദരി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ താൻ അതീവ സന്തുഷ്ടനാണ്. 47-കാരിയായ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഏവരും നോക്കിക്കാണുന്നത്. AICC ജനറൽ സെക്രട്ടറി ആക്കിയതോടെ പ്രിയങ്കയ്ക്ക് കോൺഗ്രസിന്റെ നയരൂപീകരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്താനാകും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുലിനൊപ്പം തന്നെ പ്രിയങ്കയും ഇനിയുണ്ടാകും. 2014 നരേന്ദ്രമോദി നടത്തിയതിനു സമാനമായ പ്രചാരണമാണ് കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നും സൂചനകളുണ്ട്.